വായനയിലൂടെ കണ്ടൽ കാടുകളുടെ കരുത്ത് തിരിച്ചറിയുകയാണ് അത്തോളി GVHSSലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. മറ്റു ചെടികളെക്കാളും 50 ഇരട്ടി കാർബൺ ആഗിരണം ചെയ്യാൻ ശേഷിയുള്ളതാണ് കണ്ടൽ കാടുകളെന്ന് മനസ്സിലാക്കുകയാണ് മാതൃഭൂമി ദിനപത്രത്തിലൂടെ കുട്ടികൾ. കോഴിക്കോട് കോട്ടൂർ തണ്ണീർത്തടത്തിന്റെ ഭാഗമായ വാഴത്തുരുത്തിയിൽ കണ്ടലുകൾ വെട്ടിമാറ്റി റോഡുണ്ടാക്കാനായി എത്തിച്ച മണ്ണുമാന്തി യന്ത്രം ചൊവ്വാഴ്ച ഇവിടെ നിന്ന് മാറ്റും. നേരത്തെ റവന്യൂ വകുപ്പ് കസ്റ്റഡിയിലെടുത്ത നിങ്ങൾ എന്താണ് കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ, എന്താ വിശേഷം? ഞങ്ങൾ കണ്ടൽക്കാടിനെ പറ്റി വായിക്കേന്. മാഷേ, ഈ കണ്ടൽക്കാടിന് എന്താ അത്ര പ്രത്യേകത? കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ വലിയ ചർച്ചയാണ് അതൊക്കെ. അപ്പോൾ കാർബൺ ന്യൂട്രൽ ആക്കുവാൻ നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും നമുക്ക് ദോഷം ചെയ്യുന്ന കാർബണിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു നല്ല സസ്യ വിഭാഗമാണ്, ഒരു കാട് തന്നെയാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അതേപോലെ ഈ സാധാരണ വനങ്ങൾക്ക് ഒക്കെ ആഗിരണം ചെയ്യാൻ കഴിയുന്നതിനേക്കാളും 50 ഇരട്ടിയോളം കാർബണിനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. ആരൊക്കെയാണ് ഇന്നത്തെ പത്രം വായിച്ചത്? അപ്പോൾ അവർ പത്രം വായിച്ചത് കൊണ്ട് കണ്ടൽക്കാടുകളെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടി. നമുക്കൊക്കെ അറിയണ്ടേ? അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ പത്രം വായിക്കണം. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഒരു റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാം. കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഭാഗമായ വാഴത്തിരുത്തിയിൽ കണ്ടലുകൾ വെട്ടിമാറ്റി റോഡുണ്ടാക്കാനായി എത്തിച്ച മണ്ണുമാന്തി യന്ത്രം ഇവിടെ നിന്ന് മാറ്റി.